നമസ്കാരം. സിനിമാ കഫേയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമ കണ്ടു. ലിസ്റ്റി സ്റ്റെഫൻ നിർമ്മിച്ച് ഡിജോ സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുമല്ലേ അലി? സിനിമാ കഫേ തുടങ്ങാം നമുക്ക്. ഞാൻ സിനിമ കണ്ടു. എനിക്ക് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ടതൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എനിക്ക് വർക്കായത്. എനിക്കും സിനിമ വർക്കായെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് ഉറപ്പായിട്ടും ചൂണ്ടിക്കാണിക്കും. സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പക്ക രാഷ്ട്രീയവും കൂടെ ചേർത്തുള്ള സിനിമയാണിത്. രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ സിനിമയിൽ. അത് സിനിമ കണ്ടവർക്കറിയാം. നിങ്ങൾക്കും അത് എങ്ങനെയാണെന്നുള്ളൊന്ന് വിലയിരുത്തണം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയേണ്ട ഒരു സീരിയസ് സബ്ജക്റ്റ് തന്നെയാണ്. ഈ വർഗീയതവാദികൾ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. വർഗീയത പറഞ്ഞു കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കും കൂടെ കാണേണ്ട, കൊള്ളേണ്ടവർക്ക് കൊള്ളിച്ച് തന്നെയാണ് ഈ സിനിമ ഡിജോ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കുണ്ടായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ സിനിമ തുടക്കം നാട്ടിൻപുറത്തെ കാര്യങ്ങളാണ്. ഗ്രാമത്തിലുള്ള ചിത്രീകരണമാണ്. അതിൽ ധ്യാനും നിവിനുമായിട്ടുള്ള കോമ്പിനേഷൻ അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നമ്മൾ വേണ്ട ഇടങ്ങളിൽ കോമഡി ഉണ്ട്. അത് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കഥാപാത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടുപേരും ചേരുമ്പോൾ അങ്ങനെയാണല്ലോ പൊതുവെ വരാറുള്ളത്, അല്ലേ? പിന്നെ അല്ലാതെ ഈ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കലർന്നാൽ എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ പറയേണ്ടതില്ലോ. രാഷ്ട്രീയത്തിൽ മതം കൂട്ടിച്ചേർത്ത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, നേരത്തെ തുടങ്ങിയത്. അതിപ്പോഴും തുടരുന്നു എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയല്ലേ? ഒരു രാഷ്ട്രീയത്തിൽ ഒരു വർഗീയവാദികളുണ്ടാവും, വർഗീയവാദം പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടാവും. ആ രീതിക്ക് ഈ ചിത്രം കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നേരത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ട രാഷ്ട്രീയമായതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയം എങ്ങനെയാണ് വർഗീയതയിലേക്ക് പോകുന്നതെന്ന് കൃത്യമായി പറയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ലേ? പിന്നെ അല്ല, അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? നാളുകളായിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിൽ പറയുന്നുമുണ്ട്. മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്നും മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ശരിയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയോടുകൂടി നമ്മൾ കണ്ടു പരിചയമുള്ളവരാണ്. പിന്നെ അതൊക്കെ എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്ന് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ ചിത്രീകരണം അതിന് വേണ്ട മ്യൂസിക് അത് നമ്മൾ പറയുക, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടിയാണ് ആ സിനിമയിൽ പോയിരിക്കുന്നത്. നല്ല പാട്ടുകളും വേണ്ട രീതിയിൽ പാട്ടുകളും ചേർത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്. ഈ പറഞ്ഞ പോലെ നിവിൻ്റെ അമ്മയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാം. മഞ്ജു പിള്ള ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തത്. മഞ്ജു പിള്ളയുടെ ഓരോ രസകരമായ മൂമെൻറ്റും ഡയലോഗുകളും, നിവിനുമായിട്ടുള്ള കോമ്പിനേഷനുള്ള ഡയലോഗുകളും ഗംഭീരമായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. മഞ്ജു പിള്ളയെ അറിയാമല്ലോ, നല്ലൊരു കലാകാരിയാണ്. അത് വേണ്ട രീതിയിൽ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സംവിധാനത്തിൻ്റെ കാര്യത്തിൽ. യാതൊരു സംശയവും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പക്കാ കോമഡി സിനിമയാണെന്ന് ഓർത്ത് ഒരിക്കലും ഈ സിനിമയ്ക്ക് പോകുന്നുണ്ട്. കോമഡി ഉണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. അത് കോമഡിക്ക് വേണ്ടി കോമഡി ചേർത്തിട്ടില്ല. സീരിയസുമാണ് ഈ കഥാപാത്രങ്ങളും ഈ സിനിമയും ഈ കഥയും. അത് ശരിയാണ്. ഈ ധ്യാനും നിവിനും ഒന്നിക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് ചെറിയ പ്രശ്നമെന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ ഭയങ്കര കോമഡി ഉണ്ടാകുന്ന ഞാൻ ഓർത്ത്. നമുക്കറിയാം ധ്യാനും നിവിൻ്റെയും സിനിമ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ നിവിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. വലിയ രീതിയിൽ കയ്യടി വാങ്ങിയ ആളാണ് അദ്ദേഹം. ആ നിവിൻ ഈ സിനിമയിൽ വന്നപ്പം ആ കോമഡി ട്രാക്കിൽ നിന്ന് മാറ്റി സീരിയസ് കഥാപാത്രവും കോമഡി എല്ലാം കൂടെ ചേർത്ത് പിടിച്ചപ്പോൾ അതിൻ്റെ ഒരു രസകരമായിട്ടുണ്ട്. പക്ഷേ സീരിയസ് ഒരു കഥയാണ്. അതാണ് ഈ സിനിമയുടെ ഗൗരവം. ഈ ജനഗണ ഒക്കെ നമ്മൾ കണ്ട സിനിമയാണല്ലോ. അതിൽ പക്കാ രാഷ്ട്രീയമാണ് ഡിജോ പറയുന്നത്. ഡിജോയ്ക്ക് രാഷ്ട്രീയം പറയാൻ ഭയങ്കര ആർജവമുള്ള വ്യക്തിയാണ്. അത് തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഗൾഫിലെയാണ് കാണിക്കുന്നത്. നിവിൻ ഗൾഫിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം. നിവിൻ ഏത് സാഹചര്യത്തിലാണ് ഗൾഫിൽ പോയതെന്ന് സിനിമ കാണുന്നവർക്കറിയാം, കണ്ടവർക്കറിയാം. ഇനി കാണാനുള്ളവർക്ക് അത് ഏത് സാഹചര്യത്തിൽ നിവിൻ ഗൾഫിലെത്തുന്നു, പിന്നീട് നിവിൻ എങ്ങനെയാണ് ഗൾഫിൽ നിന്നുള്ള കാര്യം അത് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ സിനിമ കണ്ടാണെങ്കിൽ ഞാൻ പറയുന്നില്ല. അത് സിനിമ കാണാത്തവർ കണ്ട് തന്നെ തീരുമാനിക്കണം. ഒരിക്കലും അത് നമ്മൾ പറയുന്നത് ശരിയല്ലോ. സിനിമ കാണാത്തവർ കാണാനുണ്ട്, കണ്ടവർക്ക് അറിയാം. പക്ഷേ അവിടെ പോയിട്ടുള്ള നിവിൻ എന്നൊരു കഥാപാത്രം, ആ കഥാപാത്രം ഗംഭീരമായിട്ട് പെർഫോംസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രസകരമായ മുഹൂർത്തങ്ങൾ, നമ്മളെ ഇമോഷണാക്കുന്ന കുറേ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം നിവിൻ എന്നൊരു കലാകാരൻ എത്രമാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നീട് അവിടുന്ന് നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ധ്യാനുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അത് ഗംഭീരമായിട്ട് ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷൻ അതും രസകരമായിട്ടും അത് ഫീലുണ്ടാകുന്ന രീതിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയിട്ടുള്ള നിവിൻ്റെ ജോലിയും
നിവിൻ്റെ ബോസായിട്ട് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഒരു നല്ല പാകിസ്ഥാനിയാണ്, പാകിസ്ഥാൻ്റെ വേഷത്തിലാണ്, പാകിസ്ഥാനി എന്നാണ് കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു എന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഗംഭീര കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അലി എന്താ ആ എലി പൂച്ച, നാട്ടിലെ എലി ഗൾഫിലെത്തുമ്പോൾ പൂച്ച, അത് എന്തിനാണെന്ന് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല ക്യാരക്ടറാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. അത് ഞാനും ശ്രദ്ധിച്ചു, എനിക്കും ശ്രദ്ധ വന്നു. എലിയും പൂച്ചയും അത് നമുക്ക് പിന്നീടാണ് സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ആ കഥാപാത്രങ്ങൾ ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ. പിന്നെ അവസാനത്തെ 15 മിനിറ്റ് ഈ സിനിമയുടെ അത് നമ്മളെ പിടിച്ചിരുത്തുന്ന നിലയിലേക്ക് തന്നെ 15 മിനിറ്റ് കൊണ്ടേ എന്ന കാര്യത്തിലും സംശയമില്ല. അത് നമ്മുടെ കണ്ണ് നനയുന്ന ഒരു സീനിലേക്ക് കുറേ സീനുകൾ നമ്മുടെ കണ്ണ് നനയുന്നുണ്ട്, ഒട്ടും സംശയം എനിക്ക് തോന്നിയില്ല. എന്താണ് 15 മിനിറ്റ് എന്ന് പറഞ്ഞ് നിർത്തിയത്? സത്യമാണ്, ആ 15 മിനിറ്റ് നമ്മുടെ മനസ്സിലെ ആഴത്തിൽ കുറേ നിമിഷങ്ങൾ നിവിൻ തരുന്നുണ്ട്. പക്ഷേ ആ സിനിമയുടെ ക്ലൈമാക്സ് ആണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ആ നിവിൻ എത്തിക്കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അതിലഭിനയിച്ചൊരു പെൺകുട്ടി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ നമ്മൾ അഭിനന്ദിക്കാൻ ഇരിക്കാൻ വയ്യ. ഒരു മലയാളി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഹിന്ദിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി. അത് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ നിവിനും ആ പെൺകുട്ടിയുമായിട്ടുള്ള കോമ്പിനേഷൻ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു സംഭവമാണ്. അതാണ് ആ 15 മിനിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളെ തിയേറ്ററിനുള്ളിൽ നിശബ്ദരാക്കി ഇരുത്തിയെന്നാണ് ഏറ്റവും ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ സീൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ കഥയ്ക്ക് നല്ല ഒരു എന്താണ് പറയുക, നല്ലൊരു എനർജിയോട് കൂടിയുള്ള കഥയാണ്. അതിനോട് ചേർന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട സിനിമയാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ്, അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളി എന്നും പൊളിയാണ്, അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്നേഹബന്ധം ഉണ്ടല്ലോ, അയൽ രാഷ്ട്രവുമായുള്ള സ്നേഹം, മറ്റ് രാജ്യവുമായിട്ടുള്ള സ്നേഹബന്ധം, ആ സ്നേഹബന്ധം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കഥ. നമ്മൾ ഒരു മുസ്ലിം രാജ്യത്തെ എതിർക്കുന്ന ആളുകളുണ്ടാകാം, പക്ഷേ ആ മുസ്ലിം രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും. അതിനിടയിലുള്ള കുറച്ച് കഥകളാണ് ഈ സിനിമയിൽ പറയുന്നത്. ശരിക്കും ഫീൽ ഗുഡ് സിനിമയെന്ന് പറയാം, ഫാമിലിക്ക് കാണാം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയായതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിലേക്ക് കുതിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സിനിമ പ്രേക്ഷകർ കണ്ടാണ് തീരുമാനിക്കുന്നതല്ലേ, പ്രേക്ഷകർ കണ്ട് സിനിമ തീരുമാനിക്കട്ടെ. എനിക്കും ഇവനും പറയാൻ പറ്റിയ കഥ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഞങ്ങൾ പറഞ്ഞു, ഇനി പ്രേക്ഷകരാണ് കണ്ട് തീരുമാനം. അപ്പം സിനിമകളെല്ലാം നന്നായി വിജയിക്കട്ടെ എന്നാണല്ലോ നമ്മുടെ എല്ലാവരും ആഗ്രഹം. അപ്പോൾ സിനിമ നല്ല രീതിയിൽ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പോൾ കാണാം നമുക്ക് അടുത്ത സിനിമയായിട്ടല്ലേ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.